ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എന്റെ നാത്തൂനാണെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് എമർജൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ചേച്ചിയുടെ ചാനല് കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. ചേച്ചി നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് 2 ഉടുപ്പ് തയ്ച്ചു വെക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നപ്പോ ഒരു സൺഡേ ആണ്. എല്ലാവരും പള്ളിയിൽ പോയി. എനിക്ക് ക്ലാസ് ഇല്ല. ഞാൻ ഇന്ന് പള്ളിയിൽ പോയില്ല. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം വീട്ടിൽ ഇരുന്നതാണ് കേട്ടോ. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ ഇന്നലെ തൊട്ടേ തയ്യൽ തുടങ്ങിയത് കൊണ്ട് അവിടെ മൊത്തം ഇങ്ങനെ ആ ഡൈനിങ് ടേബിളിന്റെ മേളിൽ ഫുള്ള് ഓരോ സാധനങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കും. അപ്പൊ എനിക്ക് തയ്ച്ചത് ക്ലിയർ ചെയ്താൽ മാത്രമേ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റൂ. പ്രാർത്ഥനക്കാർ വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് വൃത്തിയാക്കണം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഓൾറെഡി ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടേക്കുവാണ്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തയ്ച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള മിസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ആർക്കാ തയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ നാത്തൂനാണെങ്കിൽ എമർജൻസി ആയിട്ട് നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ടോപ്പും ഒരു പാൻറ്റും എൻ്റെ അടുത്ത് തയ്ച്ചു വെക്കണമെന്ന് പറഞ്ഞതാ. പക്ഷെ ഞാൻ ലേറ്റ് ആയിപ്പോയി. ഓരോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് തയ്ക്കാൻ പറ്റില്ല. ഇനി അതെല്ലാം തയ്ച്ച് ക്ലിയർ ചെയ്തിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ ചേച്ചിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ വൃത്തിയാക്കിയ വീടിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പം തയ്ക്കാനിരുന്നാലും ഇത് തന്നെയായിരിക്കും ആ ഒരു ഏരിയയുടെ അവസ്ഥ എന്ന് പറയുന്നത്. തയ്ക്കുന്നവർക്കൊക്കെ ഹൈലി റിലേറ്റബിൾ ആയിരിക്കും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ, ഉടുപ്പ് തയ്ക്കാന്നുള്ളതാണ്. അങ്ങനെ ഞാൻ നമ്മുടെ നെക്കൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ തയ്ച്ചു തുടങ്ങാണ് കേട്ടോ. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ അളവില്ലാതെ ഞാൻ ഈ ഉടുപ്പ് തയ്ക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ക്ലാസ്സിന് ജോയിൻ ചെയ്ത് അധികം ആവാത്തത് കൊണ്ടും പിന്നെ ചുരിദാർ പഠിച്ച് തുടങ്ങിയതേ ഉള്ളത് കൊണ്ടും അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പോരായ്മകൾ എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ കൈയൊന്ന് തെളിയിക്കാൻ നമുക്ക് അടുത്തറിയാവുന്നവർക്ക് ഇങ്ങനെ തയ്ച്ച് വേണമല്ലോ കൈയൊന്ന് തെളിയിക്കാം എന്നുള്ള ഒരു ആശ്വാസത്തിലും ചേച്ചിക്കാണല്ലോ എന്ന് തയ്ക്കുന്നുള്ള ഒരു ആശ്വാസത്തിലാണ് കേട്ടോ ഞാൻ ഈ പണി തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഞാൻ എംബ്രോയിഡറി മെഷീനിലാണ് കേട്ടോ ഇപ്പൊ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മിനിമം സ്പീഡേ ഉള്ളൂ. ഒന്നാമത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം, കാരണം വൈകിട്ട് ചേച്ചിയുടെ അടുത്തോട്ട് പോകണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വൈകിട്ട് പ്രാർത്ഥനയുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം വൃത്തിയാക്കാം. അതിനു മുമ്പ് ഈ പരിപാടി എല്ലാം തീർത്തേ പറ്റത്തുള്ളൂ. ലേലും അങ്ങനെ സമയമില്ലാത്തപ്പോ പെട്ടെന്ന് അങ്ങ് സമയം പോകുന്നത് പോലെ തോന്നും. എന്താ സ്പീഡിൽ പോകുന്നതെന്ന് അറിയോ? മറ്റേ എയറോപ്ലെയിൻ പോകുന്നത് പോലെ ഒരു പോക്കങ്ങ് പോകും. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം. ഇങ്ങനെ എമർജൻസി സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ സമയം അങ്ങ് പോകുന്ന ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒട്ടും സമയം കളയാനില്ലാത്തത് കൊണ്ട് വേഗം തന്നെ ഞാൻ മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി പ്രാർത്ഥനക്കാർ വരുന്നതിന് മുമ്പ് തുണിയൊക്കെ വിരിച്ച് സമാധാനത്തിൽ അങ്ങനെ ഒരു 5 മിനിറ്റ് ഇരുന്ന് കാണും കേട്ടോ. പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് കുളിച്ചു ഒരുങ്ങി നമുക്ക് പ്രാർത്ഥനക്കാർക്ക് കൊടുക്കാനുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അതിൻ്റെ തിരക്കിൽ നിൽക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇനി പുറത്ത് പോയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ടൊക്കെ വന്നിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം കേട്ടോ. അപ്പം ആൾക്കാരൊക്കെ വരുന്നുണ്ടേ. ശരിയാണ്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനി വാവ ചേച്ചിയുടെ അടുത്തോട്ട് പോകട്ടോ. നേരത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചേച്ചിക്ക് 2 ടോപ്പും ഒരു പാൻറ്റും തയ്ച്ചിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഞാൻ തയ്ച്ചു കഴിഞ്ഞു. ഒന്ന് ഞാൻ കാണിക്കാം കേട്ടോ. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഞാൻ കാണിക്കാം. അവിടെ ചെന്നിട്ട് മാക്സിമം ഞാൻ ചേച്ചിയും കൂടെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ കാണിക്കാം. ഇനിയിപ്പോൾ ഒരു മാജിക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേർക്ക് ഏകദേശം സെയിം ആണ്. ഞാൻ വേറൊരു മോഡൽ തയ്ച്ച് പഠിച്ചതാണ് കേട്ടോ. അതാണ് ഈ ഒരു വി കഴുതെന്ന് പറയുന്നത്. ചേച്ചിക്ക് ഒരു സിമ്പിൾ ഒരു എയർലൈൻ ടോപ്പാണ് കേട്ടോ. റൗണ്ട് നെക്ക് അത്രേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് ചേച്ചിക്ക് കൊണ്ടു കൊടുക്കാം. സമയം എന്ന് പറഞ്ഞാൽ 7 മണി എങ്ങാണ്ട് ആവാറായി. ഇരുട്ടായിരിക്കും പോകുന്ന വഴി. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കത്തില്ലായിരിക്കും കേട്ടോ. അപ്പം ചിലപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടായിരിക്കും വീഡിയോ എടുക്കുക. എന്തായാലും നമുക്ക് അങ്ങോട്ട് പ്രാർത്ഥനയുടെ പങ്കൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവിടുന്ന് ഞങ്ങൾ നല്ലൊരു ചൂട് ചായയും പിന്നെ മധുരസേവ ചിപ്സ് ഇതെല്ലാം കഴിച്ചു. കുറച്ച് നേരമൊക്കെ കാര്യം പറഞ്ഞിരുന്നു. അങ്ങോട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തതൊന്നും ഇല്ല. അത് ടയേർഡായി. ഇവിടുന്ന് 1 മണിക്കൂർ വേണം അവിടെ ചെല്ലാൻ. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. ശരി, ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ.